ഹലോ ഗൈസ്, എല്ലാവർക്കും ലാവൻഡർ എക്കോ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രീഡിംഗ് പെയർ ഗപ്പീസിൻ്റെ ബ്രീഡിംഗ് പെയർ സെലക്ട് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വേറെ വീഡിയോസ് കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, ഓണത്തിൻ്റെയൊക്കെ ചെറിയ പരിപാടി ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷേ ഈ ആഴ്ച നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു വീഡിയോ എങ്കിലും ലോങ് വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫാമിൽ കുറച്ച് ബെറ്റ പേയേഴ്സ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കുറച്ച് പേര് തായ് ഫ്ലാഗ്, റെഡ് ഡ്രാഗൺ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗപ്പീസിൻ്റെയൊക്കെ ബ്രീഡിംഗ് പെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ബ്രീഡ് ചെയ്തിട്ട് പുറത്തുള്ള ടാങ്കുകളിലിട്ട് കുട്ടികളെയൊക്കെ സൈസാക്കി എടുക്കും, എന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഗപ്പീസിൻ്റെ ബ്രീഡിംഗ് പെയർ സെലക്ട് ചെയ്യുമ്പോഴേക്കും എപ്പോഴും കൂടുതൽ വലിയ അഡൽട്ടായിട്ടുള്ള സൈസ് എടുക്കാതെ ഒരു ജുവനൈൽ സൈസ് എന്ന രീതിക്കുള്ള പെയർ എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. എന്ന് വെച്ചാൽ ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ്, അതായത് വലിയ ഏറ്റവും പെട്ടെന്ന് ബ്രീഡ് ആവണമെന്ന രീതിക്ക് വലിയ പെയർ കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ആ പെയർ ഒരിക്കലും സെറ്റ് ആവില്ല, അത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഒരു ജുവനൈൽ സൈസ് ആകുമ്പോഴേക്കും നിങ്ങളെ വെള്ളമായിട്ടൊക്കെ സെറ്റായി അത് ആ ഒരു ടെമ്പറേച്ചറൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അവിടെ കിടന്ന് ബ്രീഡായി അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആവുന്നതായിരിക്കും. പകരം നിങ്ങൾ വലിയൊരു അഡൽട്ട് സൈസ് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരിക്കലും സെറ്റ് ആവില്ല, ചിലപ്പോൾ അത് ബ്രീഡായെന്ന് വരെ പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഗപ്പീസിൻ്റെയൊക്കെ ബ്രീഡിംഗ് പെയർ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ജുവനൈൽ അല്ലെങ്കിൽ ഒരു സെമി അഡൽട്ട് ആയിരുന്നാലും ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ സൈസ് എടുക്കാനേ ഞാൻ പറയൂ. പിന്നെ നിങ്ങൾ ഗപ്പീരെ ബ്രീഡിംഗ് പെയർ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഫാമിൽ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാം, അല്ലെങ്കിൽ ആ ഫാമിൽ കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ കാണും. അത് നിങ്ങളുടെ ആ ഫാമിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫിഷിനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഗപ്പീസിനെയൊക്കെ വാങ്ങുമ്പോഴേക്കും അതിന് കൊടുക്കേണ്ട ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഫാമിൽ തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗപ്പീസിനെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഗപ്പീസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്വാളിറ്റി എന്ന രീതിക്കൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് കൊടുത്താൽ മാത്രമേ അതിന് ക്വാളിറ്റി എന്ന രീതിക്ക് നമുക്കത് ചെയ്യാനായിട്ട് പറ്റൂ. പിന്നെ ഈ ഗപ്പീസിൻ്റെ ഫീൽഡ് എന്ന് വെച്ചാൽ ഒരുപാട് തരക്കാരുണ്ട്, അതായത് ഹോൾസെയിൽ ചെയ്യുന്നവരുണ്ട്, റീസെയിൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പെയർ എന്ന് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ക്വാളിറ്റി പെയറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റീറ്റെയിൽ മാത്രമേ കാണൂ, അതായത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അങ്ങനത്തെ വരെ. ഹോൾസെയിൽ എന്ന് വെച്ചാൽ ഒരു 10-20 പെയർ ഒരു വെറൈറ്റി ആയിട്ടിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ കുറച്ച് വെയിൽ ടൈൽ സീബ്രാസ്, ക്രേ ഫിഷ്, ഷ്രിമ്പ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മുടെ ഫാമിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സുകളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് ഓൾ ഇന്ത്യ കൊറിയർ പോസിബിളാണ്. നിങ്ങൾ ഇന്ത്യയിലിരുന്ന് എവിടെ നിന്ന് വേണോ ഫിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് നിങ്ങളുടെ ഏരിയയിലോട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരെടുത്തുനിന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.